തൃപ്പൂണിത്തുറയിൽ ഒരു ത്രികോണ പോരാട്ടം തന്നെയായിരിക്കും കാണാൻ പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും കെ ബാബു മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ പിന്നീട് കോൺഗ്രസിൽ ആര്? കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ രമേശ് പിഷാരടിയുടെ പേര് തൃപ്പൂണിത്തുറയിൽ സജീവമായി തന്നെ ഉയർന്നു കേൾക്കുമായിരുന്നു. എന്നാൽ രമേശ് പിഷാരടിയുടെ പേര് പാലക്കാടേക്ക് ഉയർന്നു കേൾക്കുമ്പോൾ വീണ്ടും തൃപ്പൂണിത്തുറയിൽ ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും വരിക എന്നുള്ളൊരു സംശയമാണ് സജീവമായി കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് കോൺഗ്രസിൽ നിന്നും ആര് മത്സരിക്കുകയാണെങ്കിലും അവരെ തോൽപ്പിക്കാൻ സാധിക്കുന്ന നിലയിൽ അത്രത്തോളം സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ അത്രത്തോളം മുഖം ജനങ്ങൾക്ക് പുതിയതായി പരിചയപ്പെടുത്തി കൊടുക്കേണ്ടാത്ത വിജയസാധ്യത ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുള്ളത് തന്നെയാണ് LDF-നും BJP-ക്കും ഇപ്പോൾ ഏറ്റവും വലിയൊരു കടമ്പയായി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി എന്തായിരിക്കാം തൃപ്പൂണിത്തുറയിൽ കാണാൻ പോകുന്നത്? തൃപ്പൂണിത്തുറ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറും. കാരണം 30 വർഷക്കാലം MLA, ഒരു തവണ M സ്വരാജനോട് പരാജയം. കെ ബാബു എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ അധികായൻ, ബാർക്കോഴ കേസ് വരുന്നു. അതിനെ തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പരാജയം സംഭവിക്കുന്നു. M സ്വരാജ് CPM-കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ യുവ തുർക്കി M സ്വരാജിനെ നിയമസഭയിലേക്ക് എത്തിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. പക്ഷേ MLA ആയിരിക്കുമ്പോൾ തന്നെ തനിക്കിനി മത്സരിക്കാൻ താല്പര്യമില്ല. പ്രായമായതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇനി മത്സര രംഗത്തേക്കില്ല എന്ന കൃത്യമായ വെളിപ്പെടുത്തലുകളോടുകൂടി തുറന്നു പറച്ചിലോടുകൂടി കെ ബാബു ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ നിന്നോ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നോ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. പല മണ്ഡലങ്ങളിലും കടൽ കിഴവന്മാർ ഇപ്പോഴും കെട്ടിപ്പിടിച്ചു കിടക്കുന്ന മണ്ഡലങ്ങൾ നമുക്കറിയാം. അവർക്കൊക്കെ മാതൃകയായിക്കൊണ്ട് കെ ബാബു മാറി നിൽക്കുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അങ്ങനെയെങ്കിൽ തൃപ്പൂണിത്തുറയിൽ ആര് എന്ന ചോദ്യമുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം UDF-ന് ഒറ്റ പേരിലേക്കായിരുന്നു UDF-ന്റെ നീക്കങ്ങൾ നടന്നത്. അത് രമേശ് പിഷാരടിയുടെ പേരായിരുന്നു. കാരണം കൃത്യമായി രാഷ്ട്രീയം പറയുന്ന, അതും ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് തുറന്നു പറയുന്ന സിനിമാ പ്രവർത്തകർ ഇല്ലാത്ത നാട്ടിൽ എവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാലും അവിടെയൊക്കെ സ്റ്റാർ ക്യാമ്പയിനറായി കഴിഞ്ഞ ഒരു 15 കാലമായി ഓടിയെത്തുന്ന രമേശ് പിഷാരടി തൃപ്പൂണിത്തുറക്കാരനാണ്. അതുകൊണ്ട് തന്നെ രമേശ് പിഷാരടി ആകാം തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി എന്ന തരത്തിലൊക്കെ കണക്കുകൂട്ടലുകളുണ്ടായി. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്ത് നിന്ന് M സ്വരാജിന് വീണ്ടും ഒരു തൃപ്പൂണിത്തുറയിൽ മത്സരിച്ച് പരാജയം നേരിടാൻ, കാരണം ഈ M സ്വരാജിന് കുണ്ടന്നൂർജി എന്നുള്ള പേരൊക്കെ ലഭിച്ചത് ഈ പറയപ്പെടുന്ന തൃപ്പൂണിത്തുറ മത്സരത്തിനിടയിലാണ്. പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് പോകുന്നു. പുറത്ത് വലിയ ആദർശങ്ങളൊക്കെ പറയുമ്പോഴും പാർട്ടി പോലും ചതിക്കുന്ന അവസാനം നിലമ്പൂരിൽ ഒരു വെട്ടം തൊട്ടവനെ നിലമ്പൂരിൽ കൊണ്ടുപോയി വീണ്ടും നിർത്തി തോൽപ്പിച്ച പ്രസ്ഥാനമാണ് CPM. സ്വന്തം നാട്ടിൽ, സ്വന്തം ബൂത്തിൽ, സ്വന്തം വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് M സ്വരാജിനെ വീണ്ടും കൊണ്ടുപോയി കെട്ടിയിറക്കി പരാജയപ്പെടുന്ന, ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ തോറ്റു തുന്നമ്പാടി M സ്വരാജ് സ്ഥാനാർത്ഥിയാകാനില്ല എന്നറിയിക്കുന്നു. പക്ഷെ ഇപ്പോൾ കുന്നംകുളത്ത് M സ്വരാജിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോ M സ്വരാജ് തൃപ്പൂണിത്തുറയിലേക്കില്ല. അങ്ങനെയെങ്കിൽ രമേശ് പിഷാരടിയെ നേരിടാനാണെങ്കിൽ അവിടെ മണികണ്ഠൻ ആചാരി, നമുക്കറിയാം കോമഡി കഥാപാത്രങ്ങളിലും വില്ലൻ കഥാപാത്രങ്ങളിലും ഒക്കെ തിറങ്ങിയ തൃപ്പൂണിത്തുറക്കാരനായ ഒരു സാധാരണ കുടുംബാംഗമായ ഈ പറയപ്പെടുന്ന മണികണ്ഠൻ ആചാര്യയുടെ പേരൊക്കെ ചാനലുകൾ ഉയർത്തിക്കാട്ടിയിരുന്നു. അതുപോലെ തന്നെ NDA സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം തന്നെയാണ് തൃപ്പൂണിത്തുറ എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കുന്നത് BJP ആണ്, NDA ആണ്. അപ്പോ അവിടെ TP സിന്ധുമോളെ പോലെയുള്ള പലരുടെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് 2020 NDAയിലേക്ക് എത്തിയതോടുകൂടി എറണാകുളം ജില്ലയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും 2020-ക്ക് വിട്ടു നൽകാമെന്ന് NDAയ്ക്കുള്ളിൽ BJP ധാരണയായിട്ടുണ്ട്. 2020 ചോദിക്കുന്ന സീറ്റുകൾ, വിജയ സാധ്യതയുള്ള സീറ്റുകൾ, നല്ല സ്ഥാനാർത്ഥികളുള്ള സീറ്റുകൾ 2020-ക്ക് കൊടുക്കാം എന്ന ധാരണയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളമെമ്പാടുമുള്ള ഇവരുടെ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അങ്ങനെയെങ്കിൽ തൃപ്പൂണിത്തുറയിൽ ഈ 2020 ചെയർമാൻ സാബു M ജേക്കബ് തന്നെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളതാണ് NDAയ്ക്കുള്ളിലെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ BJP-ക്ക് അവിടെ സീറ്റ് ഉണ്ടാവില്ല, അത് 2020-യുടെ സീറ്റായി മാറും. ഇനി സാബു M ജേക്കബ് മത്സര രംഗത്തേക്ക് കടന്നു വരുന്നില്ല എന്ന സാഹചര്യമാണെങ്കിൽ 2020-ലെ അടുത്ത പ്രമുഖൻ അഖിൽ മാരാറാണ്. നിലവിൽ അഖിൽ മാരാർ സ്ഥാനാർത്ഥിയാകും എന്ന് കേട്ടിരുന്നു. കാരണം ഒരു രമേശ് പിഷാരടി, മണികണ്ഠൻ ആചാരി, അഖിൽ മാരാർ, ഒരു 3 സെലിബ്രിറ്റികളുടെ പോര് പ്രതീക്ഷിച്ച സ്ഥലമാണ് തൃപ്പൂണിത്തുറ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്നു. കാരണം രമേശ് പിഷാരടിയുടെ പേര് പാലക്കാടാണ് പരിഗണിക്കുന്നത്. പാലക്കാട് നമുക്കറിയാം വലിയ രാഷ്ട്രീയ പോർമുഖത്തിന് ഇടമുള്ള സ്ഥലമാണ്. അവിടെ ഏതൊരു രാഷ്ട്രീയക്കാരനെ ഇപ്പോൾ കൊണ്ടു നിർത്തിയാലും എന്താകും അവസ്ഥ എന്നറിയില്ല. ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് BJP-ക്കും CPM-നും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിസാര വോട്ടുകൾക്കാണ് ഷാഫി
തളിപ്പറമ്പിൽ ജയിച്ചതെങ്കിൽ പിന്നീട് പാലക്കാടേക്ക് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, പത്തനംതിട്ടയിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പോയി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതും പിന്നീട് രാഷ്ട്രീയ കേരളത്തെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ലൈംഗികാരോപണ വിവാദത്തിൽ പെടുന്ന പാലക്കാടിന്റെ MLA-യുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എങ്കിലും ജനപ്രീതിയിൽ ഒട്ടും കുറയാതെ രാഹുൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നു. രാഷ്ട്രീയത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ നിൽക്കുന്നു. കേസുകൾ തീർത്ത് അഗ്നിശുദ്ധി വരുത്തി രാഹുൽ പാലക്കാട്ടേക്ക് മടങ്ങി വരുമ്പോൾ പാലക്കാട് നിന്ന് മാറി നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു MLA അവിടെ ഉണ്ടാകണമെങ്കിൽ അത് രാഷ്ട്രീയക്കാരനായിരിക്കരുത്. അതൊരു പൊതു സ്വീകാരനായ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ 5 വർഷങ്ങൾക്കപ്പുറം രാഹുലിന് തന്നെ ആ സീറ്റ് വിട്ടു നൽകാൻ സാധിക്കും. അല്ലെങ്കിൽ ഷാഫിക്ക് തിരികെ വരുമ്പോൾ പാലക്കാട് മടക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ആ അർത്ഥത്തിൽ രമേശ് പിഷാരടിയെ പരിഗണിക്കപ്പെടുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്ന ഒരു പതിറ്റാണ്ട് കാലത്തോളം അല്ലെങ്കിൽ 2 പതിറ്റാണ്ട് കാലത്തോളം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തുടങ്ങി തന്റെ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുകയും തന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാറ്റി നിർത്തി കോൺഗ്രസിന് വേണ്ടി വേദികളിലെത്തി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന രമേശ് പിഷാരടി ആപ്റ്റായ സ്ഥാനാർത്ഥിയാണ് പാലക്കാട് രമേശ് പിഷാരടി പോകുമ്പോൾ തൃപ്പൂണിത്തുറയിലേക്ക് ഉയർന്നു കേൾക്കുന്ന പേര് 99% ഉറപ്പിക്കാവുന്ന പേര് M. ലിജുവിന്റേതാണ്. ആലപ്പുഴക്കാരനായ M. ലിജു കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമുള്ള ചെറുപ്പക്കാരൻ, ആദർശങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം ഉയർത്തി പറയുന്ന M. ലിജു നമുക്കറിയാം പോയ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കായംകുളം പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ മത്സരിച്ച് പരാജയം സംഭവിക്കേണ്ടി വന്നിരുന്നു M. ലിജുവിന്. ഒരുപക്ഷെ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമെന്നൊക്കെ M. ലിജുവിനെ നമുക്ക് പറയാം. കേരള നിയമസഭയിൽ എത്താൻ എന്തുകൊണ്ടും യോഗ്യനായ ചെറുപ്പക്കാരനാണ് M. ലിജു. ആ M. ലിജുവിന്റെ പേര് തൃപ്പൂണിത്തുറയിൽ പറഞ്ഞു കേൾക്കുമ്പോൾ സാധ്യതകൾ ഏറെയാണ്. K. ബാബുവിന് ഒരു പകരക്കാരനായി M. ലിജു വരും. ഒരു ഈഴവ കമ്മ്യൂണിറ്റി, മെജോറിറ്റി കമ്മ്യൂണിറ്റി അധിവസിക്കുന്ന തൃപ്പൂണിത്തുറ. അപ്പോ K. ബാബുവിന് പകരക്കാരനായി വരുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരാൾ, അല്ലെങ്കിൽ സംശുദ്ധ രാഷ്ട്രീയം പേറുന്ന സൗമ്യമുഖമുള്ള M. ലിജു UDF സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറയിലേക്ക് വരുമെന്ന് 99% ഉറപ്പിക്കുമ്പോൾ ആര് LDF സ്ഥാനാർത്ഥിയാകുമെന്ന് ചോദ്യമുണ്ടാകുന്നു. രമേശ് പിഷാരടി ഇല്ലെങ്കിൽ മണികണ്ഠൻ ആചാര്യക്ക് സീറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഈ ഇഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയുള്ള സൗമ്യമുഖമുള്ള ഒരു CPM നേതാവ്, നമുക്കറിയാം എറണാകുളം ജില്ല പല മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ ബാലികാറാമലയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ സീറ്റ് വെച്ചു മാറി വരുന്ന ഒരു സിറ്റിംഗ് MLA തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ കേരളത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവിടെ പല പേരുകൾ, മുൻ മേയറുടേതടക്കം പല പേരുകൾ തൃപ്പൂണിത്തുറയിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന് വാർത്തകളൊക്കെ വരുന്നെങ്കിലും പൊതുവിൽ അവിടെ സാധ്യത ഉണ്ടാവുക എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു സിറ്റിംഗ് MLA അദ്ദേഹത്തെ തൃപ്പൂണിത്തുറയിൽ പരീക്ഷിക്കാനാണ് CPM-ന്റെ അന്തർധാരകളിൽ ചർച്ചകൾ സജീവമാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റിന് തൃപ്പൂണിത്തുറ സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. പക്ഷേ 2020-ൽ നിന്ന് ഈ പറയപ്പെടുന്ന BJP ആണ് സീറ്റ് എടുക്കുന്നതെങ്കിൽ അവിടെ TP സിന്ധുമോൾ, ഈഴവ കമ്മ്യൂണിറ്റി തന്നെയാണ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ കേരള രാഷ്ട്രീയത്തിലെ BJP രാഷ്ട്രീയത്തിലെ സമരമുഖങ്ങളിലും ചർച്ചാവേദികളിലും ഒക്കെ സജീവ സാന്നിധ്യമാണ്. ആപ്റ്റായ സ്ഥാനാർത്ഥിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു TP സിന്ധുമോൾ, ഈ പറയപ്പെടുന്ന M. ലിജു അല്ലെങ്കിൽ CPM-ന്റെ ഞാൻ പറഞ്ഞ ആ സ്ഥാനാർത്ഥി പേര് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ആ ഒരു 3 പേരുടെ ഒരു വലിയ ഫൈറ്റിന് അവിടെ സാധ്യതയുണ്ട്. NDAയുടെ സീറ്റ് 2020-ക്കാണെങ്കിൽ സാബു M. ജേക്കബ് മത്സര രംഗത്തേക്ക് ഇല്ലെങ്കിൽ അവിടെ അഖിൽ മാരാർ തന്നെ സ്ഥാനാർത്ഥിയാകും. കാരണം കൊട്ടാരക്കരയിൽ അഖിൽ മാരാർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാനുള്ള സാധ്യതകൾ തുച്ഛമാണ്. അത് BJP തന്നെ ഹോൾഡ് ചെയ്യും. കാരണം R. രശ്മിയെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വലിയ വിലയൊക്കെ കൊടുത്ത് BJP-യിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ കൊട്ടാരക്കരയിൽ നിലനിൽക്കുന്നു. സ്വന്തം നാട്ടിൽ മത്സരിക്കുന്നതിനേക്കാൾ അഖിൽ മാരാർക്ക് മറ്റൊരു മണ്ഡലമായിരിക്കും ഉചിതം. പത്തനാപുരത്ത് അഖിൽ മാരാരുടെ പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും പത്തനാപുരത്തെ ഒരുപാട് പ്രമുഖന്മാരോട് 2020 സംസാരങ്ങൾ നടക്കുകയാണ്. പത്തനാപുരത്തേക്ക് ഒരിക്കലും അഖിൽ മാരാർ സ്ഥാനാർത്ഥിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നല്ല ജാതകമുള്ള ചെറുപ്പക്കാരനാണ് അഖിൽ മാരാർ. ഭാഗ്യം കൂടെ നിൽക്കുന്ന സമയമാണ്. ഞാനൊരു ജോത്സ്യനായി മാറുന്നുണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും അഖിൽ മാരാർക്ക് തൃപ്പൂണിത്തുറയിൽ സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം M. ലിജു അല്ലെങ്കിൽ CPM-ൽ നിന്ന് പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയൊക്കെ വരുമ്പോൾ ത്രികോണ മത്സരം നടക്കുമ്പോൾ സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ അഖിൽ മാരാരുടെ പേര് ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പേരാണ്. ആ CPM-ന്റെ സർപ്രൈസിന് വേണ്ടി കാത്തിരിക്കുന്നു. കോൺഗ്രസ് സർപ്രൈസുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്ക്, മാധ്യമ റൂമുകളിലെ ചർച്ചകൾക്കപ്പുറത്തേക്ക്, ജനങ്ങളുടെ ചർച്ചകൾക്കപ്പുറത്തേക്ക് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ UDF
തയ്യാറെടുക്കുന്നു. ഒപ്പോ ആ വിസ്മയങ്ങൾ തല്ലിക്കെടുത്ത് വീണ്ടും ഒരു തുടർ ഭരണം ഉറപ്പിക്കാൻ UDF-ഉം കേരളത്തിൽ 10 അല്ല 20 സീറ്റുകളിലേക്ക് തങ്ങളുടെ പ്രതിനിധികളെ എത്തിക്കാൻ BJP-യും കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു വലിയ സന്ദേശം തൃപ്പൂണിത്തുറയിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഹർഷ, എന്ത് തന്നെയായാലും തൃപ്പൂണിത്തുറയിൽ ഇനി കാണാൻ പോകുന്ന ഒരു ത്രികോണ പോരാട്ടം തന്നെയായിരിക്കും. സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെ ഒരു കൂട്ടമായിരിക്കും ഇനിയിപ്പോൾ LDF-ൽ നിന്നും BJP-യിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇതിനൊരു സ്ഥിരീകരണം, ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.